നോക്കാം. ഇനി നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. വൈകിട്ട് 5-ന് നിലവിലെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറക്കുക. ദർശനത്തിനായി പമ്പയിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കും. പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതല ഏറ്റെടുക്കും. സജീവ് സി വാര്യരാണ് നമുക്കൊപ്പം സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. സജീവ് സി വാര്യർ, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ശബരിമലയിലെ ഒരു മണ്ഡലകാലം കൂടി തുടങ്ങുകയാണല്ലോ? ഗുഡ് മോർണിംഗ് ആര്യ. ശബരിമലയിൽ ഒരു പുതിയ മണ്ഡലകാലത്തിന് ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനാണ് തുടക്കമാകുന്നത്. ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും സുഗമമായി ദർശനം സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളും മറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ പമ്പയിൽ നിന്ന് പ്രവേശനം അനുവദിക്കും. പമ്പയിൽ നിന്ന് ഇന്ന് 30,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. പമ്പയിൽ നിന്ന് 1 മണിക്ക് തീർത്ഥാടകരെ കയറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിയോട് കൂടിയാണ് നട തുറക്കുക. അപ്പോൾ ഇപ്പോഴത്തെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറക്കുക. അദ്ദേഹം നട തുറന്ന ശേഷം ആഴി തെളിയിക്കും. അതിനുശേഷം നിയുക്ത മേൽശാന്തിമാരായ അരുൺകുമാർ നമ്പൂതിരി, ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയെയും കൈപിടിച്ച് 18-ാം പടിയിൽ കയറ്റും. ആദ്യമായി 18-ാം പടി ചവിട്ടുന്നത് നിയുക്ത മേൽശാന്തിമാരാണ്. അതിനുശേഷമാണ് ദർശനം സാധ്യമാകുക. ഇന്ന് 30,000 പേർ ദർശനത്തിന് എത്തും എന്നാണ് ഇപ്പോഴത്തെ അറിവ്. അതിനായി പമ്പയിൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള കൌണ്ടറുകൾ അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് നാളെ വൃശ്ചിക പുലരിയിൽ 3 മണി മുതലാണ് ദർശനം നടക്കുക. 3 മണി മുതൽ 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദർശനമാണ് ശബരിമലയിൽ ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും തീർത്ഥാടകരുടെ വലിയ തോതിലുള്ള വരവ് കണക്കിലെടുത്താണ് തീർത്ഥാടകർക്കുള്ള സൌകര്യങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ DGPയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. പ്രധാനമായും ഇന്നലെ ചർച്ചയായത് തീർത്ഥാടകർക്ക് സൌകര്യങ്ങൾ ഒരുക്കുക, അതിനൊപ്പം അവരോട് മാനുഷികമായ നിലയിൽ പോലീസ് പെരുമാറുക എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തവും വ്യക്തമായ ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പോലീസിന്റെ പ്രവർത്തനം. നേരത്തെ കഴിഞ്ഞ വർഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് ഒരുപാട് പരാതികൾ ഉയർന്നിരുന്നു. വലിയ തോതിലുള്ള ഭക്തജന പ്രവാഹമാണ് കഴിഞ്ഞ കൊല്ലം ശബരിമലയിലേക്ക് ഉണ്ടായത്. ഇത് സാഹചര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കാര്യത്തിൽ പരാജയമാണെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ വരെ പരാതികൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അതിനെല്ലാം മാറ്റം വരുത്തുന്നതിനുള്ള നേരത്തെ കൂട്ടിയുള്ള ഒരുക്കങ്ങളാണ് ശബരിമലയിൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പമ്പയിലും നിലയ്ക്കലിലും അതുപോലെ ശബരിമലയിലും എത്തിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ യോഗം ചേർന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവസാനവട്ട ഒരുക്കങ്ങളാണ് നടക്കുന്നത്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർ ഏതെങ്കിലും കാരണവശാൽ യാത്ര മാറ്റിവെക്കുന്ന സാഹചര്യത്തിൽ അവർ ആ ബുക്കിംഗ് റദ്ദാക്കണമെന്ന നിർദ്ദേശവും ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ആളുകൾക്ക് സ്പോട്ട് ബുക്കിംഗിലേക്ക് ആ സമയക്രമം ഉപയോഗിക്കാൻ സാധിക്കും. റദ്ദാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നീട് അവസരം ലഭിക്കില്ല എന്നുകൂടി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ബുക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട്, ദർശനവുമായി ബന്ധപ്പെട്ട്, വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഈ വർഷം ഉയർന്നിരുന്നു. ആദ്യം സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയിരുന്നു. പിന്നീട് അത് ഭക്തരുടെ നിർബന്ധപ്രകാരം അത് തിരികെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ സർക്കാരിന് കടന്നു വരേണ്ടി വന്നു. അപ്പോൾ ഈ സ്പോട്ട് ബുക്കിങ്ങിനൊരു നിയന്ത്രണമുണ്ടോ? ഇത്ര പേർക്കേ ബുക്ക് ചെയ്യാൻ കഴിയൂ, അങ്ങനെ ഒരു നിയന്ത്രണമുണ്ടോ? അതായത് ഒരു ദിവസം 80,000 പേർക്ക് ദർശനം അനുവദിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. 80,000 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. 70,000 പേർക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണ് അനുവദിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം ഈ മാസം 29 വരെയുള്ള ബുക്കിംഗ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 30-ാം തീയതിയിലെ ഏതാനും സ്ലോട്ടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൂടാതെ 10,000 പേർക്ക് ഓരോ ദിവസവും ബുക്കിംഗ് അനുവദിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. അതേസമയം ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത്, ഒരു കാരണവശാലും വരുന്ന ഭക്തരെ, അതായത് പമ്പയിലെത്തുന്ന ഭക്തരെ, തീർത്ഥാടകരെ ഒരു കാരണവശാലും മടക്കി അയക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല, എല്ലാവർക്കും ദർശനം അനുവദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ വിവാദങ്ങൾ ഒക്കെ ഉയർന്നിരുന്നു. അത് സംബന്ധിച്ച ചർച്ചകളും വിവാദങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ആണ് കൂടുതൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുപോലെ സ്പോട്ട് ബുക്കിംഗ് ചെയ്യുന്ന തീർത്ഥാടകർക്ക് അതിനുവേണ്ടി 7 കൌണ്ടറുകൾ
പമ്പയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപ്രകാരം അവർക്ക് അവിടെ നിന്ന് സ്പോട്ട് ബുക്കിംഗ് സാധ്യമാകും. ആധാറോ പകർപ്പോ ഇല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡിയോ അങ്ങനെ എന്തെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടായാൽ മതിയാകും എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ സാഹചര്യത്തിൽ ആളുകൾക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു ക്രമീകരണം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും സർക്കാരിന്റെയും എല്ലാം നിലപാട്. ആര്യ, മാത്രമല്ല ഇത്തവണ പമ്പയിൽ ചെറുവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട് അല്ലേ? അതായത് കഴിഞ്ഞ പ്രളയകാലത്തിന് ശേഷം ആദ്യമായാണ് പമ്പയിൽ അത്തരമൊരു ഒരുക്കം നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലെല്ലാം ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ചെറുവാഹനങ്ങൾക്ക് നിയന്ത്രിതമായ രീതിയിൽ പമ്പയിൽ പാർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട്. അതുപ്രകാരം ഏറ്റവും ആദ്യം എത്തുന്ന ആളുകൾക്ക് അവിടെ പാർക്ക് ചെയ്യാം. പിന്നീട് പാർക്കിംഗ് ഗ്രൗണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നിലയ്ക്കലിലേക്ക് പാർക്കിംഗ് മാറ്റേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഉണ്ട്. പാർക്കിംഗ് സൌകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ, അതുപോലെ പമ്പ, ഒപ്പം നിലയ്ക്കലിലും പാർക്കിംഗ് ഉണ്ട്. ഈ സാഹചര്യത്തിൽ ആളുകൾക്ക് എത്തുകയും സ്പോട്ട് ബുക്കിംഗ് നടത്തുകയും അല്ലെങ്കിൽ വെർച്വൽ ക്യൂ സംവിധാനം വഴി സമയക്രമം പാലിച്ച് പമ്പയിൽ നിന്ന് ശബരിമല കയറുകയും ദർശനം സുഗമമായി സാധ്യമാക്കുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ പ്രധാന ചടങ്ങ് പുതിയ മേൽശാന്തിമാരെ, 2 മാളികപ്പുറം ശബരിമല മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണമാണ്. അവരുടെ ചുമതല അവർ ഏറ്റെടുക്കും. നാളെ രാവിലെ 3 മണിക്ക് ദർശനം ആരംഭിക്കുമ്പോൾ നട തുറക്കുന്നത് പുതിയ മേൽശാന്തിമാരായിരിക്കും. പുറപ്പെടാൻ മേൽശാന്തിമാരായി അവരെ അവരോധിക്കുന്ന ചടങ്ങാണ്. ഇത് ഏകദേശം 6 മണിയോടുകൂടി ദീപാരാധന സമയത്തോടു കൂടിയാണ് അത് നടക്കുക. അതിനുശേഷമാണ് അവരെ അഭിഷേകം ചെയ്ത ശേഷമാണ് അവർ ചുമതല ഏറ്റെടുക്കുന്നത്. നാളെ മുതൽ പുതിയ മേൽശാന്തിമാരായ അരുൺകുമാർ നമ്പൂതിരിയും അതുപോലെ വാസുദേവൻ നമ്പൂതിരിയുമാണ് ഇത്തരം പൂജകൾക്കുമെല്ലാം നേതൃത്വം നൽകുക. തന്ത്രി കണ്ഠർ രാജീവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ദർശനം സാധ്യമാകും. ഇന്ന് പ്രത്യേക പൂജകളൊന്നും ഇല്ല. അതേസമയം നാളെ മുതൽ ഉള്ള തീർത്ഥാടന കാലത്തിന്റെ തുടക്കം എന്ന നിലയിലാണ് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി നട തുറക്കുന്നത്. ഇന്ന് 30,000 പേർ ദർശനത്തിന് എത്തുമെന്നാണ് ഇപ്പോഴുള്ള കണക്ക്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിയുകയാണ്. ആര്യ, തീർച്ചയായും സജി സി വാര്യരാണ് സന്നിധാനത്ത് നിന്ന് ചേർന്നത്. എന്തായാലും സന്നിധാനത്ത് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി